നിങ്ങൾ കാണുന്നത് അറബിക്കടലാണ്. അറബികൾ വന്ന കടലായതുകൊണ്ടാണ് അറബിക്കടൽ എന്ന പേര് വരാൻ കാരണം. അതിനു മുൻപ് മറ്റൊരു പേരായിരുന്നു ഈ കടലിൽ. 590 കിലോമീറ്റർ നീളമുണ്ട് കേരളത്തിൻ്റെ തീരപ്രദേശം. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അഴിമുഖങ്ങൾ വഴി അറബിക്കടലിലേക്ക് ഒഴുകുന്ന 41 നദികൾ. ഈ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന മണൽ കടലിലെത്തിച്ചേരും. അന്ധകാരനഴി ഒഴിമുറിക്കലാണ് നടക്കുന്നത്. മഴക്കാലത്ത് കരപ്രദേശങ്ങളിൽ പെയ്യുന്ന മഴവെള്ളവും കായലുകളിലൂടെ വരുന്ന കിഴക്കൻ വെള്ളവും അന്ധകാരനഴിയിലൂടെ കടലിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഈ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നു. തിരിച്ച് കടലിൽ നിന്ന് ഉയർന്ന കടൽ ജലം തിരിച്ചു കയറാതിരിക്കാൻ കാർഷിക സുരക്ഷയ്ക്കായി 1960-ൽ കേരള ഇറിഗേഷൻ വകുപ്പ് അന്ധകാരനഴിയിൽ ഒരു സ്പിൽവേ സ്ഥാപിച്ചിട്ടുണ്ട്. 1979 ഓഗസ്റ്റ് 1 അന്ധകാരനഴിയിൽ ലൈറ്റ് ഹൗസ് ഉദ്ഘാടനം ചെയ്തു. 33.8 മീറ്റർ ഉയരമുള്ള ചതുരാകൃതിയിലുള്ള ഗോപുരമാണ് ഇത്. 2024 ഡിസംബർ 26-നുണ്ടായ സുനാമിയിൽ ഇവിടെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ ജനസംഖ്യയുടെ ഏകദേശം 30% തീരപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് ഉയർന്ന വേലിയേറ്റ രേഖയിൽ നിന്ന് 10 മീറ്ററിനുള്ളിൽ 3367 വീടുകളുണ്ട്. ഇതിൽ ഭൂരിഭാഗവും തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലാണ്. 50 മീറ്ററിനുള്ളിൽ 18,685 വീടുകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൽ തീരപ്രദേശ മണ്ണൊലിപ്പ് കാരണം എല്ലാ വർഷവും 100-ലധികം വീടുകളാണ് അപ്രത്യക്ഷമാകുന്നത്. നിങ്ങളുടെ വീട് വെള്ളത്തിനടിയിൽ തകരുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? മനുഷ്യർക്ക് മാത്രമല്ല തീരപ്രദേശത്തെ മണ്ണൊലിപ്പ് കടൽ തീരത്തും ഇന്റർ ടൈഡൽ മേഖലയിലും സമുദ്രജീവികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവും നാശവും വരുത്തിയിട്ടുണ്ട്. ഞണ്ടുകൾക്കും മണൽ ഞണ്ടുകൾക്കും ജീവിക്കാൻ ഇന്റർ ടൈഡൽ ബീച്ച് മണൽ ആവശ്യമാണ്. ഉയർന്ന വേലിയേറ്റത്തിനും താഴ്ന്ന വേലിയേറ്റത്തിനും ഇടയിലുള്ള സമുദ്രം കരയുമായി സന്ധിക്കുന്ന ഭാഗമാണ് ഇന്റർ ടൈഡൽ സോണുകൾ എന്ന് പറയുന്നത്. തീരത്തിനും കടലിനും ഇടയിലുള്ള മണ്ണിൽ വസിക്കുന്ന ഗാസ്ട്രോപോഡ് ഷെൽ ഫിഷുകളുണ്ട്. കടൽ കാക്കകൾ പോലുള്ള പക്ഷികൾ തീരങ്ങളിൽ ഇരതയിടുന്നു. പ്രജനനകാലത്ത് കടലാമകൾ തീരങ്ങളിൽ മുട്ടയിടുന്നു. തീരപ്രദേശങ്ങൾ നശിക്കുകയും മണൽത്തിട്ടകൾ പാറകൾ കൊണ്ട് പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ജീവിവർഗങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളും അപ്രത്യക്ഷമാകുന്നു. പൊലിയൂർ എന്ന മത്സ്യബന്ധന ഗ്രാമം സന്തോഷ് ട്രോഫി ഗ്രാമം എന്ന് അറിയപ്പെടുന്നു. ഇവിടെ നിന്ന് നിരവധി കളിക്കാർ ഈ അഭിമാനകരമായ ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട്. പൊഴിയൂർ, വെട്ടുകാട് തുടങ്ങിയ ഫുട്ബോളിന് പേരുകേട്ട ഗ്രാമങ്ങൾ ഇപ്പോൾ കടുത്ത തീരദേശ ശോഷണം നേരിടുന്നു. ഫുട്ബോൾ മാത്രമല്ല, തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങൾ നിരവധി വോളിബോൾ കളിക്കാരെയും ക്രിക്കറ്റ് കളിക്കാരെയും അത്ലറ്റുകളെയും രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. തീരപ്രദേശ മണ്ണൊലിപ്പ് എന്ന് പറയുന്നത് ഒരു സീസണൽ പ്രക്രിയയാണ്. കേരളത്തിൽ 3 വ്യത്യസ്ത സീസണുകളാണുള്ളത്. ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മൺസൂണിന് മുമ്പും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മൺസൂണിന് ശേഷമുള്ള വടക്ക് പടിഞ്ഞാറൻ കാലവും. മത്സ്യത്തൊഴിലാളികളുടെ ഭാഷയിൽ തെളിവ് നാൾ വർഷകാലം. കടൽ കൊണ്ടുപോയത് കടൽ തന്നെ.